വിറങ്ങലിച്ച കൈയോടെ തന്റെ പ്രിയതമയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് അവൻ ടോയ്ലറ്റിലേക്ക് നടന്നു കയറി. എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലേ? മറ്റൊരു ഫോറൻസിക് ഡോക്ടർ ഇത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എന്റെ മായയല്ലേ, അവൾക്ക് വേദനിക്കും, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഈ ദൗത്യം ഏറ്റുവാങ്ങിയതാണ്. ഡോക്ടർ അരവിന്ദ് ഫോറൻസിക് സർജനായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. 36 വയസ്സ്, ഭാര്യമായ 33 വയസ്സ്, IT പ്രൊഫഷൻ. ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തു വന്ന മായയെ അപ്രതീക്ഷിതമായി മരിച്ച നിലയിൽ ജോലിസ്ഥലത്ത് പാർക്കിംഗ് ഏരിയയിൽ കാണപ്പെടുകയായിരുന്നു. ഒരു അസാധാരണ മരണമായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ആവശ്യമായി വന്നു. അതിന്റെ ആവശ്യകതയും പോലീസുകാരുടെ അന്വേഷണങ്ങളുമൊക്കെ അവന് സ്വീകാര്യമായിരുന്നു. ഒരു മനുഷ്യനോട് പോലും ശത്രുതയില്ലാത്ത, ഒരാളെപ്പോലും വേദനിപ്പിക്കാത്ത തന്റെ മായയോട് ഇങ്ങനെയൊരു ക്രൂരത ചെയ്തത് ആരാണെന്നറിയാനുള്ള അവകാശം തനിക്കുണ്ട് എന്നവൻ വിശ്വസിച്ചു. തിരികെ വന്ന് സർജിക്കൽ ഗ്ലൗസ് ഇട്ട് ആ ബോഡി അവൻ പോസ്റ്റ്മോർട്ടം ചെയ്തു. കൂടെ നിന്നവർക്ക് അതൊരു ഹൃദയം തകരുന്ന കാഴ്ചയായിരുന്നെങ്കിലും ഡോക്ടർ അരവിന്ദ് ഒരു ഡോക്ടർ എന്ന നിലയിൽ ആ ദൗത്യം നന്നായി നിറവേറ്റി. എല്ലാം കഴിഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കി ഇൻസ്പെക്ടർ ഗിരിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവന്റെ കണ്ണിലൊരു തീയുണ്ടായിരുന്നു. എന്താ അരവിന്ദ്, എങ്ങനെയാണിത്? ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഒരു SI എന്നതിലുപരി ഗിരിക്ക് നല്ല ഒരു സൗഹൃദം അരവിന്ദിനോടും മായയോടും ഉണ്ടായിരുന്നു. മായയും ഗിരിയുടെ ഭാര്യ സ്വാതിയും ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരേ കോളേജ്, ഒരേ ഓഫീസ്. അവർ നല്ല കൂട്ടുകാരായിരുന്നു. മൗനം കീറി മുറിച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു, ഇതൊരു സ്വാഭാവിക മരണമല്ല, ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം അവളുടെ തലയുടെ പിറകിൽ ഒരു അടി കിട്ടിയ പാടുണ്ട്. ആരോ ഭാരമുള്ള ഇരുമ്പ് വടി പോലെ എന്തോ ഒന്നുകൊണ്ട് പിന്നിൽ നിന്ന് അടിച്ചതാകും. അപ്പോൾ ആ അടിയാണോ മരണകാരണം അരവിന്ദ്? നോ ഗിരി, ആ അടിയിൽ അവളുടെ ബോധം പോയി കാണും. മരണകാരണം ശ്വാസം മുട്ടിയതാണ്. അതിലുമുപരി ഇവിടെ എനിക്ക് നഷ്ടമായത് 2 ജീവനുകളാണ്. ഗിരിയുടെ മുഖത്തെ അമ്പരപ്പ് അവസാനിക്കുന്നതിന് മുൻപ് അരവിന്ദ് കൂട്ടിച്ചേർത്തു, ഷി വാസ് പ്രഗ്നന്റ്. സോ സോറി അരവിന്ദ്. മറ്റൊന്നും പറയാനാകാതെ ഗിരി വാക്കുകൾക്ക് തിരഞ്ഞു. മായയുടേത് ഒരു കൊലപാതകമാണെന്ന് തെളിയിക്കാൻ തക്കതായിരുന്നു അരവിന്ദിന്റെ വിശദീകരണം. അരവിന്ദിന്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ടുമായി ഗിരി പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. തന്റെ കയ്യിൽ കിടന്ന ഗ്ലൗസ് ഊരിപ്പിടിച്ച് ഗിരി പോയ വഴിയെ അരവിന്ദ് നോക്കി നിന്നു. തന്റെ മായയുടെ മരണത്തിന് ഉത്തരവാദിയായവരെ നിയമത്തിന് മുൻപിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ ഗിരിക്ക് കഴിയട്ടെ എന്ന നിശബ്ദ പ്രാർത്ഥനയോടെ. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകാനായി കാറിനടുത്തെത്തിയ അരവിന്ദ് കുറെ നേരം എന്തു ചെയ്യണമെന്നറിയാതെ ഡ്രൈവിംഗ് സീറ്റിൽ തലചേച്ചു കിടന്നു. ഇടതൂർന്ന മുടിയിഴകൾ മെല്ലെ തഴുകി മാറ്റി ഒരു കുസൃതി ചിരിയോടെ, എന്താ ഡോക്ടറെ, സ്വപ്നം കാണുകയാണോ എന്ന മായയുടെ ചോദ്യം. നിലാവ് പോലെ അവളുടെ ചിരി. ആ സ്വരം മായുന്നതിനു മുൻപ് ആരോ പിന്നിൽ നിന്ന് അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിക്കുന്നതും മായ ശ്വാസം കിട്ടാതെ പിടയുന്നതും അരവിന്ദ് കണ്ടു. ഞെട്ടിയുണർന്ന അരവിന്ദ് കണ്ണു തുടച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വഴിക്ക് വെച്ച് എതിരെ വരുന്ന വണ്ടികൾ ഒന്നും തന്റെ കണ്ണിന് കാണാത്തതുപോലെ തോന്നിയവന്. മനസ്സ് കലങ്ങിയിരിക്കുന്നു. താനീ ലോകത്ത് തനിച്ചായിരിക്കുന്നു. തന്റെ അടുത്ത് അവൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവൻ ആശിച്ചു. ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നതാണ് മായ. ഇന്ന് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വെച്ചിരുന്നതാവും. പ്രഗ്നന്റ് ആണെന്ന വാർത്ത അവൾക്ക് അതുപോലും എന്നോട് പറയാനായില്ലല്ലോ. തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ അറിയാതെയായി. 1 മാസത്തെ ലീവ് എടുത്ത് എല്ലാവരിൽ നിന്നും ഒളിച്ചോടാൻ അവൻ തീരുമാനിച്ചു. മായയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ അരവിന്ദ് പതിയെ അവളുടെ ഓർമ്മകളിലേക്ക് ഉഴ്ന്നിറങ്ങി. എല്ലായിടത്തും അവളുടെ സാമീപ്യം. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളുമായി തന്റെ മുറിയിൽ കട്ടിൽ കമന്നു കിടന്ന് അവൻ കരഞ്ഞു. ആ കരച്ചിലിനൊടുവിൽ ആരോ കോളിംഗ് ബെൽ അടിച്ചതായി അവന് തോന്നി. അമ്മ. മായയ്ക്ക് ആരുമില്ലായിരുന്നു. വളരെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി. അച്ഛനും ഉപേക്ഷിച്ച മായ ഏതോ അനാഥാലയത്തിലാണ് വളർന്നത്. സ്വന്തമെന്ന് പറയാൻ അവൾക്ക് അരവിന്ദല്ലാതെ മറ്റാരുമില്ലായിരുന്നു. മകന്റെ ആഗ്രഹത്തിനെതിരൊന്നും നിൽക്കാതെ ആരുമില്ലാത്ത ഒരു പെണ്ണിനെ സ്വന്തം മരുമകൾ അല്ല, മകളായിട്ട് തന്നെ ആ മാതാപിതാക്കൾ സ്നേഹിച്ചു. അവരുടെ പ്രതീക്ഷ മായ ഒരിക്കലും തെറ്റിച്ചില്ല. നല്ല മരുമകൾ, നല്ല ഭാര്യ, സന്തോഷകരമായ ജീവിതം. ഇങ്ങനെ ഒരു അനർത്ഥം നമുക്ക് വന്നു ഭവിച്ചല്ലോ ഉണ്ണി. ആ അമ്മയുടെ വാക്കുകൾ ഇടറി. തറവാട്ട് വീട്ടിലായിരുന്നു മായയുടെ ചടങ്ങുകൾ. അത് കഴിഞ്ഞ് തിരിച്ചുപോയ മകന്റെ മനസ്സ് കലുഷമാണെന്ന് തിരിച്ചറിഞ്ഞ അമ്മ അച്ഛനെയും കൂട്ടി മകന്റെ വീട്ടിലെത്തിയതാണ്. അമ്മയുടെ മനസ്സ് ശരിയായിരുന്നു. തകർന്നുപോയ മകന് അമ്മ ശരിക്കും ഒരു ആശ്വാസമായിരുന്നു.
കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ അമ്മയുടെ മടിയിൽ കിടന്ന് കരഞ്ഞു. വാക്കുകൾ കിട്ടാതെ ആ വൃദ്ധ ദമ്പതികൾ മകന് കൂട്ടിരുന്നു. 2 ആഴ്ച കടന്നുപോയി. 2 ആഴ്ചയ്ക്ക് ശേഷം പതിയെ അരവിന്ദ് സ്വയം കൺട്രോൾഡായി. ഒരുപാട് കൂട്ടുകാർ സന്ദേശങ്ങളും ഫോൺ വിളികളിലൂടെയും അനുശോചനങ്ങൾ അറിയിച്ചുകൊണ്ടേയിരുന്നു. കാണാൻ വന്നതിലേറെയും കൂട്ടുകാർ തന്നെയായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾക്കായി അച്ഛൻ തിരികെ നാട്ടിലേക്ക് പോയി. മകന് കൂട്ടായി അമ്മയെ നിർത്തി. ലീവായതിനാൽ എപ്പോഴും വീട്ടിൽ തന്നെയാണ് അരവിന്ദ്. പതിയെ പതിയെ പഴയ ജീവിതത്തിലേക്ക് അരവിന്ദ് ഉഴിഞ്ഞിറങ്ങി. രാവിലെ നടക്കാൻ പോകും. വൈകിട്ട് തൊട്ടടുത്തുള്ള പാർക്ക് വരെ ചെറിയൊരു നടത്തം. ഇതൊക്കെയാണ് അരവിന്ദിന്റെ പുതിയ ജീവിതം. പതിവ് പോലൊരു ദിവസം. സമയം 11 മണി. കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടുകൊണ്ട് അമ്മ ഡോർ തുറന്നു. സുന്ദരിയായ ഒരു യുവതി. നല്ല മുഖപരിചയം. അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? ആ സ്വരം അമ്മയുടെ ഓർമ്മ തെളിയിച്ചു. മെറിനല്ലേ? ഓ എന്റെ ദൈവമേ, അമ്മ എന്നെ ഓർത്തല്ലോ. എനിക്ക് അത്ര മറവിയൊന്നുമില്ല മോളെ. അകത്തേക്ക് വാ. മോളിരിക്ക്, ഞാൻ ഉണ്ണിയെ വിളിക്കാം. ഹാളിലെ സോഫയിൽ മെറിനെ ഇരുത്തിയിട്ട് അമ്മ അരവിന്ദനെ വിളിച്ചു. ഉണ്ണി, ഇതാരാ വന്നിരിക്കുന്നേന്ന് നോക്കിയേ. അമ്മയുടെ വിളി കേട്ട് തന്റെ കണ്ണാടി എടുത്തു വെച്ച് അരവിന്ദ് ഹാളിലേക്ക് വന്നു. സോഫയിലിരിക്കുന്ന യുവതിയുടെ അടുത്തെത്തി. തിരിഞ്ഞിരിക്കുന്ന അവരുടെ മുഖം അവന് വ്യക്തമായില്ല. അഴിച്ചിട്ട മുടിയും അവരുടെ സാരിയും. ആരായിരിക്കും അത്? അരവിന്ദ് പറഞ്ഞു, ഹലോ, എക്സ്ക്യൂസ് മീ. പെട്ടെന്ന് മറുപടി പറയാനായി തിരിഞ്ഞ അവളുടെ മുഖം അവന് ഷോക്കായി. മെറിൻ സെബാസ്റ്റ്യൻ, തന്റെ പഴയ കാമുകി. ഹായ് അരവിന്ദ്, ഹൗ ആർ യു? ഐ എം ഗുഡ് എന്ന ഒറ്റ വാക്കിൽ അവൻ നിർത്തി. എന്താടോ, തനിക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഒരിക്കലും സംസാരിച്ചു തീരാത്ത അരവിന്ദിന് ഇന്ന് എന്നോടൊന്നും മിണ്ടാൻ വാക്കുകളില്ലേ? നീ ഇരിക്കൂ മെറിൻ. നീ എങ്ങനെ ഇവിടെ? സ്റ്റേറ്റ്സിലല്ലായിരുന്നോ? യെസ്, ഇവിടെ ഇപ്പം 2 മാസമായി. സ്റ്റേറ്റ്സും അടുത്തു. കാശുണ്ടായാൽ മാത്രം പോരാലോ. നമുക്ക് നമ്മുടെ നാട് തന്നെയല്ലേ എപ്പോഴും നല്ലത്. ഒരു നൊസ്റ്റാൾജിയ തന്നെയല്ലേ നമ്മുടെ നാട്. പേരൻസ് അവിടെയാണ്. ഞാനിങ്ങ് നാട്ടിൽ പോന്നു. ഇനി ഇവിടെ നിൽക്കാനാണ് തീരുമാനം. നിന്റെ വൈഫിന്റെ കാര്യം അറിഞ്ഞത് ഒരു ഫ്രണ്ട് വഴിയാണ്. ഞാനൊരു കണ്ടോളൻസ് മെസ്സേജ് അയച്ചിരുന്നു. റിപ്ലൈ ഒന്നും കാണാഞ്ഞത് കൊണ്ട് ഒന്ന് വന്ന് നേരിൽ കാണാമെന്ന് കരുതി. സോ സോറി ഫോർ യുവർ ലോസ്. താങ്ക് യു മെറിൻ ഫോർ യുവർ വിസിറ്റ്. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ. മക്കളെ, ജ്യൂസ് കുടിക്ക്. കയ്യിൽ 2 ജ്യൂസുമായി അമ്മ അവർക്കിടയിലേക്ക് കടന്നു വന്നു. അമ്മയ്ക്ക് എന്നെ മനസ്സിലായി അരവിന്ദ്, മെറിൻ അത്ഭുതം കലർന്ന സ്വരത്തിൽ അവനോട് പറഞ്ഞു. അല്ലെങ്കിലും നിന്നെ പരിചയപ്പെടുന്നവർ നിന്നെ മറക്കാറില്ലല്ലോ. അരവിന്ദന്റെ മറുപടി മെറിൻ ഒരു ചെറു പുഞ്ചിരി ഉളവാക്കി. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് മോളോട് പറ ഉണ്ണി. അയ്യോ അമ്മേ, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിയാണ്. 12 മണിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ പിന്നീട് ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ വരാം. നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഗൈനക് കൺസൾട്ടന്റായി ജോയിൻ ചെയ്തു. 2 മാസമായി. പ്രൈവറ്റ് ഹോസ്പിറ്റലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ലല്ലോ. ഓ കമോൺ മെറിൻ, നിനക്ക് പഴയ സ്വഭാവം തന്നെയാണല്ലോ. മാറ്റമൊന്നുമില്ലാത്തത് എന്താടി? മാറ്റങ്ങളൊക്കെ നിങ്ങൾക്കല്ലേ. ഞാനിപ്പോഴും ആ പഴയ മെറിൻ തന്നെയാണ്. അരവിന്ദിന് മുന വെച്ച അവളുടെ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ കൊത്തിയതുപോലെ തോന്നി. അവരുടെ സംഭാഷണത്തിന് വിരാമം ഇട്ടുകൊണ്ട് അമ്മ ചോദിച്ചു, മോൾ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ഫാമിലിയൊക്കെ എവിടെയാണ്? ഡാഡി മമ്മി സ്റ്റേറ്റ്സിൽ തന്നെയാണ്. അവർക്ക് അവരുടെ ജീവിതത്തിനോടാണ് പ്രാധാന്യം. എനിക്ക് നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹം. ഞാനിങ്ങനെ പോന്നു. ഒറ്റയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ചില്ല. ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം. സമയം വൈകി അരവിന്ദ്, നീ ഫ്രീ ആകുമ്പോൾ വിളിക്കൂ. കുറെ നാൾക്ക് ശേഷം ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നി. പോട്ടെ അമ്മേ. നീ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരൂ മോളെ. ഞാനും ഇവിടെ ഒറ്റയ്ക്കാണ്. ശരി അമ്മേ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അരവിന്ദ്. ഓക്കെ മെറിൻ. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. ഓ എന്റെ മാഷയെ, നിങ്ങളിങ്ങനെ ഫോർമൽ ആകാതെ. അവരോട് ബൈ പറഞ്ഞ് അവൾ മുറ്റത്തേക്കിറങ്ങി. ഇളം മഞ്ഞ സാരിയിൽ അവൾക്കൊരു മാറ്റവുമില്ലാത്തതുപോലെ അവന് തോന്നി. അവളുടെ കാർ മുറ്റത്തുനിന്ന് മായുന്നതുവരെ അവൻ അവിടെ നിന്നു. ഉണ്ണി, ചോറ് കഴിക്കാൻ വരൂ, അമ്മ വിളിച്ചു. ഞാനൊന്ന് കിടക്കട്ടെ അമ്മേ, ഊണ് പിന്നീടെയാകാം. ശരി ഉണ്ണി, അധികം വൈകണ്ട. തന്റെ മുറിയിലേക്ക് കയറി അരവിന്ദ് കട്ടിലിൽ ചാരിക്കിടന്നു. പഴയ ചില ഓർമ്മകൾ അവന് കൂട്ടിനു വന്നു. MBBS പഠനകാലത്തുള്ള ക്രഷായിരുന്നു മെറിൻ. 5 വർഷത്തെ പ്രണയം. ഒരു അന്യജാതിക്കാരനെ മകളുടെ ഭർത്താവാക്കാൻ സാധിക്കില്ലെന്ന് തുറന്നു പറഞ്ഞു അവളുടെ പേരൻസ്.
അവിടെയാണ് എല്ലാം തകർന്നത്. ഇറങ്ങി വരാൻ മെറിൻ തയ്യാറായിരുന്നു. പക്ഷേ തന്റെ ആത്മാഭിമാനം അതിന് കൂട്ടാക്കിയില്ല. എന്തിനാണ് അവളെ ഞാനത് അകറ്റി മാറ്റിയത് എന്ന് അറിയില്ല. അന്ന് ഒരുപാട് വിഷമത്തോടെ സ്റ്റേറ്റ്സിലേക്ക് തിരികെ പോയതാണ് അവൾ. പിന്നീട് ഇപ്പോഴാണ് കാണുന്നത്. അവൾക്ക് കല്യാണം കഴിക്കാൻ തോന്നാഞ്ഞത് എന്താണ്? അവൾക്ക് എന്നെ മറക്കാനായില്ലേ? ഒരുപാട് സംശയങ്ങൾ മാറ്റിവെച്ചാണ് അവൾ പോയത്. ഫോൺ എടുത്ത് മെസ്സേജിൽ അവളുടെ മെസ്സേജ് പരതി. ട്രൂ കോളറിൽ മെറിൻ സെബാസ്റ്റ്യൻ എന്ന് കാണിച്ചിരുന്ന ഒരു നമ്പർ കിട്ടി. കണ്ടോളൻസ് മെസ്സേജും ഉണ്ട്. ഒരുപാട് നമ്പറുകൾ ഉണ്ടായിരുന്നതിൽ ഇത് ശ്രദ്ധിച്ചില്ല. കോണ്ടാക്ട് ലിസ്റ്റിൽ മെറിൻ സെബാസ്റ്റ്യൻ എന്ന് സേവ് ചെയ്തു. വാട്സപ്പ് എടുത്ത് ഹായ് മെറിൻ എന്ന് ടൈപ്പ് ചെയ്തു. സെൻഡ് ചെയ്തു. ദാ വരുന്നു അവളുടെ കോൾ. ഹായ് അരവിന്ദ്, എന്റെ നമ്പർ കണ്ടുപിടിച്ചോ? വലിയ പാടൊന്നുമില്ലായിരുന്നു, ട്രൂ കോളറിലുണ്ടല്ലോ എന്നവൻ മറുപടി പറഞ്ഞു. ഡ്യൂട്ടി എപ്പോൾ കഴിയും? 6 മണി വരെ എനിക്ക് ഡ്യൂട്ടിയുണ്ട്. എനിക്കൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവന്റെ സംസാരത്തിന് മറുപടി പോലെ അവൾ പറഞ്ഞു, എനിക്ക് നാളെ ഓഫാണ്, നമുക്ക് കാണാം. ഒരുപാട് സംശയങ്ങൾ മനസ്സിനുള്ളിൽ അലയടിച്ചു. അരവിന്ദിന് ഉറങ്ങാനായില്ല. നേരം പരപരാന്ന് വെളുത്തു. അലാറം അടിക്കുന്നത് കേട്ട് അരവിന്ദ് ഉണർന്നു. ജോഗിങ്ങിനിറങ്ങി. നാട്ടിലെ കാര്യങ്ങൾക്ക് അച്ഛൻ പോയിട്ട് കുറച്ചായി. അമ്മയോടും തിരികെ ചെല്ലാൻ വിളിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ നേരെയാക്കിയിട്ട് അമ്മയെയും അച്ഛനെയും കൂടെ നിർത്തണം. ഇനിയുള്ള കാലം അവരുടെ കൂടെ നിൽക്കണം. ഒരുപാട് കണക്കുകൂട്ടലുകൾ മനസ്സിലുണ്ട്. ഇനിയും ഉണ്ട് 2 ആഴ്ച അവധി. ഗിരി ഇന്നലെ വിളിച്ചിരുന്നു. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കുറച്ച് പേപ്പറുകൾ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ മെറിനെ കാണാൻ പോകണം.